ഹലോ ഗൈസ്, അനിമെൻറ്റോർ സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ കാഗുറ ബച്ചിയുടെ ചാപ്റ്റർ 112 എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒറ്റ ചാപ്റ്റർ മാത്രമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൻ്റെ ഗുട്ടൻസ് എന്താണെന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം മനസ്സിലാവും. ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്ക് കഴിഞ്ഞ വീഡിയോയ്ക്ക് സൂപ്പർ താങ്ക്സ് ചെയ്ത ഒരാളെ മെൻഷൻ ചെയ്യാനുണ്ട്. നമ്മളുടെ ഒരു സബ്സ്ക്രൈബറായിട്ടുള്ള അൻസിൽ ബ്രോ 40 രൂപ സൂപ്പർ താങ്ക്സ് ചെയ്തിട്ടുണ്ട്. ഈ തന്ന സപ്പോർട്ടിന് ഒരു വലിയ നന്ദിയുണ്ട് ബ്രോ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഉറപ്പായിട്ടും ലൈക്ക്, കമൻറ്റ്, ഷെയർ, ഹൈപ്പ് ഒക്കെ ഒന്ന് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരെ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കാര്യം കുറച്ച് പേര് കൂടി ആയി കഴിഞ്ഞാൽ 8000 സബ്സ്ക്രൈബേഴ്സ് അങ്ങനെ കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി ഒട്ടും തന്നെ സമയം കളയാതെ നേരെ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മളിപ്പോൾ ഹെഡ് ക്വാർട്ടേഴ്സിലെ ഫൈറ്റൊക്കെ അവസാനിച്ച ഒരു 4 ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഉക്കാക്കോ എന്ന് പറയുന്ന ഒരു ബാർ ഇപ്പം അതിനുള്ളിൽ ഇരുന്നിട്ട് റോ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. 18 വർഷങ്ങൾക്ക് ശേഷം ഹീറോയായ സോഗ ജപ്പാനിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നൊരു വാർത്തയാണ് പത്രത്തിലുള്ളത്. ഇപ്പോൾ ജപ്പാനിൽ എക്സിസ്റ്റ് ചെയ്യുന്ന സസനാമി പോലെയുള്ള ക്രിമിനൽ ക്ലാനുകൾക്കെതിരെ സോഗ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ള ഒരു വാർത്തയും റേഡിയോയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി ജപ്പാനിലെ ജനങ്ങൾക്ക് ഈവിളായിട്ടുള്ള ആൾക്കാരെയും അങ്ങനത്തെ കാര്യങ്ങളെയും ഭയപ്പെടാതെ ജീവിക്കാമെന്നാണോ ഇതിൻ്റെ അർത്ഥം എന്നൊക്കെ ആ റേഡിയോയിലൂടെ ചോദിക്കുന്നു. ആ ബി എന്ന് പറയുന്ന ടെക്നിക്ക് വെച്ചിട്ട് ആ ഹെഡ് ക്വാർട്ടേഴ്സ് നിന്ന സ്ഥലത്ത് സോട്ട് മാസ്റ്റർ ഉണ്ടാക്കിയ ആ തുരങ്കത്തിൻ്റെ ആ ഒരു ചിത്രമൊക്കെ റോ ഇപ്പോൾ പത്രത്തിൽ കാണുന്നുണ്ട്. മോക്കുവും സുമിയും എല്ലാം ഇപ്പോൾ റോയുടെ കൂടെ ഈ ബാറിനുള്ളിൽ ഇരിപ്പുണ്ട്. ഹെഡ് ക്വാർട്ടേഴ്സിലെ സിറ്റുവേഷൻ എന്താണെന്നൊന്നും ഇവർക്ക് യാതൊരു പിടിയും കിട്ടിയിട്ടില്ല. ഇവർ ചിഹിരോയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിന് റെസ്പോൺസ് ഒന്നും വന്നിട്ടുമില്ല. പക്ഷേ ഇവർ പുറത്തേക്ക് ഇറങ്ങി പോകുന്നില്ല. കാര്യം ഇയോറി ഇവരുടെ കൂടെ ഉണ്ട്. അവളെ ഇവിടെ സേഫാക്കി നിർത്തണമല്ലോ. സോ തൽക്കാലം ഇവിടെ ഇങ്ങനെ ഒളിവിൽ നിൽക്കുന്നത് തുടരാം എന്ന് റോ ചിന്തിക്കുന്നുണ്ട്. ഇയോറി ടോബിമിനെ പിടിച്ചിങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഇപ്പോൾ കഥക് തുറന്ന് ആരോ അകത്തേക്ക് വരുന്നു. ഇവരിപ്പോൾ അങ്ങോട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പോൾ അത് മറ്റാരുമല്ല, ചിഹിരോയാണ്. ഇവരിപ്പോൾ ചോദിക്കുന്നുണ്ട്, ചിഹിരോ നീ ഓക്കെ ആണോ? അതെ, മിസ്റ്റർ സാമുറ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ മിസ്റ്റർ സാമുറയോ, അദ്ദേഹത്തിന് എന്ത് പറ്റി? ചിഹിരോ ഇപ്പോൾ ഇതിന് മറുപടി പറയാതെ ആകെ ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഇവർക്കെല്ലാം കാര്യം ഏകദേശം മനസ്സിലായി. ഇയോറി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. അദ്ദേഹം മരിച്ചോ? ചിഹിരോ ഇപ്പോൾ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് സ്വന്തം കൈ ഇങ്ങനെ മടക്കിക്കൊണ്ടൊക്കെ പറയുന്നുണ്ട്. ആ യുദ്ധം എൻഡൻ ഉപയോഗിച്ച് ജയിക്കായിരുന്നു. പക്ഷേ എൻഡൻ വീൽഡ് ചെയ്തത് ഈ യോഗ്യതയില്ലാത്ത ഞാനല്ലേ. അതുകൊണ്ട് ഞങ്ങൾ തോറ്റു. അവസാനം ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി മിസ്റ്റർ സാമുറയ്ക്ക് സ്വന്തം ജീവൻ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലേ എന്ന് ചോദിച്ച് ഇയോറി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നുണ്ട്. ഇപ്പോൾ മോക്കുവും സുമിയൊക്കെ ഇയോറിയെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ട് തിരിയുമ്പോഴാണ് ചിഹിരോ അത് പറയുന്നത്. നമ്മളുടെ മുന്നിൽ ഒരു വഴിയുണ്ട്. ഇപ്പോൾ ഇത് കേട്ടിട്ട് മാസുമി ടീം ആകെ ഞെട്ടുന്നുണ്ട്. അതെ, സത്യമാണ്, നമുക്ക് മുന്നിൽ ഒരു ചാൻസ് കൂടിയുണ്ട് എന്ന് ചിഹിരോ പറയുന്നു. ഇപ്പോൾ അതെന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ മാസുമി ടീം ഒരേ സ്വരത്തിൽ പറയുന്നു. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, അവസാനം ഡാർക്ക് പവർ യൂസ് ചെയ്തിട്ടാണ് സാമുറ ഫൈറ്റ് ചെയ്തത്. അത് റോക്ക് ഹിരയ്ക്ക് പോലും പിടികിട്ടാത്ത എൻചാൻറ്റഡ് ബ്ലേഡ്സിന്റെ ഒരു റിലോ ആണ്. ജീവൻ സാക്രിഫൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നിക്ക്, എൻചാൻറ്റഡ് ബ്ലേഡ്സിന്റെ അൾട്ടിമേറ്റ് റിലം. ആ ഡാർക്ക് പവറിനെ സദാസമയവും യഥേഷ്ടം സമൺ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു എൻചാൻറ്റഡ് ബ്ലേഡ് ഷിനുചി മാത്രമാണ്. മറ്റ് എൻചാൻറ്റഡ് ബ്ലേഡ്സിനും ആ പൊട്ടൻഷ്യൽ ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും ഷിനുച്ചിയെ പോലെ ഇത് കണ്ടിന്യൂസ് ആയി ചെയ്യാൻ പറ്റില്ല. മിസ്റ്റർ സാമുറ അവസാനത്തെ ശ്രമമെന്നോണം സ്വന്തം ജീവൻ ത്യാഗം ചെയ്താണ് ആ ടെക്നിക്ക് പ്രയോഗിച്ച് അവസാനം ഒരു പിടി ചാരമായി മാറിയത്. റോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്നിട്ട് നീ എന്തായി പറഞ്ഞു വരുന്നേ? ഒരിക്കൽ ടോബിമുനയുടെ അറ്റാക്ക് കൊണ്ട് ഞാൻ മരിച്ചതാണ്. എന്നിട്ട് സുസാക്കുവിൻ്റെ ആ ഒരു ഫ്ലെയിംസ് വെച്ച് ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സുമിക്ക് ഇപ്പോൾ കാര്യം ഏകദേശം കത്തുന്നുണ്ട്. അവളും പറയുന്നുണ്ട്, ശരിയാ, ടോബിമുനയുടെ ആ ടെക്നിക്ക് ഉപയോഗിച്ച് തന്നെയല്ലേ സാമുറ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ശരീരം ചാരമാക്കി മാറ്റിയത്? അതെ, അപ്പോൾ ആ ഡാർക്ക് ഫ്ലെയിം വീണ്ടും ഉപയോഗിച്ച അദ്ദേഹത്തിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ എന്തെങ്കിലും വഴി കാണില്ലേ? ആ, തിയറി ഇൻട്രസ്റ്റിംഗ് ആണ് എന്നിപ്പോൾ മാസുമി ടീം പറയുന്നു. എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല. ഇങ്ങനെ നടന്നാൽ കൊള്ളാമെന്നാണ് എൻ്റെ ആഗ്രഹം. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ വിശ്വസിക്കാൻ കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള റീസൺസും ഉണ്ട്. ഏറ്റവും വലിയ റീസൺ, മകൾക്കൊപ്പം മുന്നോട്ടൊരു ജീവിതം അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നു. സോ അത് ഗീവ് അപ്പ് ചെയ്തിട്ട് അദ്ദേഹം അങ്ങനെ വെറുതെ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ചിഹിരോയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ഇയോർക്ക് ചെറിയൊരു പ്രതീക്ഷയൊക്കെ വരുന്നുണ്ട്. റോ ഇപ്പോൾ പറയുന്നുണ്ട്, പക്ഷെ നീ പറഞ്ഞതുപോലെ ഇതൊരു ജീവൻ സാക്രിഫൈസ് ചെയ്ത് ഉപയോഗിക്കുന്ന പവർ അല്ലേ. അപ്പോൾ നമുക്ക് ഈ പവർ യൂസ് ചെയ്യണമെങ്കിലും ഒരു ജീവൻ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ? ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, ഞാനൊരു തവണ ഈ ഡാർക്ക് പവർ യൂസ് ചെയ്തിട്ടുണ്ട്. അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റാക്കുസായിച്ചയുടെ ടൈമിൽ ആ നശിക്കാറായ ക്ലൗഡ് ഗൗജർ വെച്ച് ചിഹിരോ ഒരു ഫൈനൽ അറ്റാക്ക് ചെയ്തിരുന്നല്ലോ. ആ സമയത്ത് ആ പവർ വീൽഡ് ചെയ്യാനായിട്ട് സാക്രിഫൈസ് ചെയ്തത് ക്ലൗഡ് ഗൗജറിനെ തന്നെയാണ്. സോ ഈ എൻചാൻറ്റഡ് ബ്ലേഡ്സിനും ഒരു ലൈഫ് ഉണ്ട് എന്നാണ് ചിഹിരോ വിശ്വസിക്കുന്നത്. റോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ പറഞ്ഞു വരുന്നത് നമ്മൾ ടോബിമുനെ സാക്രിഫൈസ് ചെയ്യുകയാണെങ്കിൽ ആ ഡാർക്ക് പവർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നാണോ? അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാ? ഇപ്പോൾ തന്നെ പരിപാടി ചെയ്തുകൂടെ എന്ന് മോക്ക് ചോദിക്കുന്നു. ചിഹിരോ ഇപ്പോൾ പറയുന്നുണ്ട്, ഇല്ല, ഇപ്പോൾ അത് നടക്കില്ല.
നാശത്തിൻ്റെ വക്കിലെത്തി നിൽക്കുമ്പോഴേ നമുക്കതിൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്ത് ആ ഡാർക്ക് പവർ ഉപയോഗിക്കാനായിട്ട് പറ്റൂ. സോ ആദ്യം നമ്മൾ ടോബി മുനെ ബ്രേക്ക് ചെയ്യണം. ക്ലൗഡ് ഗൗജറും പൂർണ്ണമായിട്ട് നശിക്കാറായപ്പോഴാണല്ലോ ആ പവർ പുറത്തു വന്നത്. ഇപ്പം ഇതെല്ലാം കേട്ട യോറി ഉടൻ തന്നെ കയ്യിലിരിക്കുന്ന ടോബി മുനെ കാൽമുട്ട് ഉപയോഗിച്ച് ഒടിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നിട്ടിപ്പോൾ മുട്ടും വേദനിച്ച് അവൾ താഴെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിഹിരോ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തോളാം. ഒരു എൻചാൻറ്റഡ് ബ്ലേഡിനെ എങ്ങനെ ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അതിനായിട്ട് പക്ഷേ എനിക്കൊരു സാധനം കൂടെ വേണം. ഇതല്ലേ നിനക്ക് വേണ്ടത്, ഇതും ടോബി മുനയോടൊപ്പം താഴേക്ക് വീണതാണെന്ന് പറഞ്ഞ് റോ ചിഹിരോയ്ക്ക് എന്തോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അത് വാങ്ങിയിട്ട് ചിഹിരോ പറയുന്നുണ്ട്, സോൾട്ട് മാസ്റ്ററുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈവിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരെ നശിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ അയാളുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ട് ഈ ഈവിളായിട്ടുള്ളവരുടെ ലിസ്റ്റിൽ ആരൊക്കെ പെടുമെന്ന് നമുക്ക് ഇപ്പോഴും ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ എൻചാൻറ്റഡ് ബ്ലേഡ് സീൽ ചെയ്തതുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള ആളുകളെല്ലാം ഒളിവിൽ പോയിരിക്കുകയാണ്. സോ നിങ്ങളും കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കണം, ഒരു ലോ പ്രൊഫൈൽ കീപ്പ് ചെയ്താൽ മതി എന്ന് ചിഹിരോ മാസുമി ടീമിനോടും ഇയോറിയോടും ഒക്കെ പറയുന്നുണ്ട്. റോ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിന്റെ കാര്യമോ ചിഹിരോ? ചിഹിരോ ഇപ്പോൾ ആ റോ കൊടുത്ത പൊതിയിലേക്ക് നോക്കുന്നുണ്ട്. അതിനുള്ളിൽ ആ എൻ്റെ പീസാണ്. എന്നിട്ട് അവനിപ്പോൾ പറയുന്നുണ്ട്, ഇത് മിസ്റ്റർ സാമുറ എനിക്ക് വേണ്ടി മാറ്റി വെച്ചതാണ്. ഞാൻ ഈ ചെറിയ തീപ്പൊരിയെ ആളി കത്തിക്കാൻ പോവാ. ഇപ്പോൾ എവിടെയോ നിൽക്കുന്ന അക്കേമുറ സോഗ സാമുറയുടെ ആ അവസാന വാക്കുകളെ പറ്റി വീണ്ടും ചിന്തിക്കുന്നുണ്ട്. അതായത് എന്നെ ആ യുദ്ധത്തിൻ്റെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചതുപോലെ തന്നെ ചിഹിരോ നിന്നെയും മോചിപ്പിക്കും എന്ന് സാമുറ പറഞ്ഞ വാക്കുകൾ. സോഗ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്, ശാപമോ? എനിക്ക് ആ യുദ്ധത്തിൽ നിന്ന് കിട്ടിയത് ശാപമല്ല, ഒരു പാഠമാണ്. സോഗയുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഒരു തുണിയിൽ പൊതിഞ്ഞ ഒരു കൈക്കുഞ്ഞിൻ്റെ ചിത്രവും വരുന്നുണ്ട്. ഇപ്പോൾ ആ തുണിയിലൊക്കെ ചോര പറ്റി പിടിച്ചിരിക്കുന്നതും കാണാം. ഇനി നമ്മളെ കാണിക്കുന്നത് ഒരു കാടാണ്. അതിന് നടുവിലായിട്ട് ഒരു ആലയുണ്ട്, അതായത് ഈ വാളുകളൊക്കെ ഫോർജ് ചെയ്യുന്ന സ്ഥലം. ചിഹിരോ ഇപ്പോൾ അതിനുള്ളിലേക്ക് നടന്നു കയറുന്നു. ഒരു വാള് ഫോർജ് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ തലയിൽ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് അവനവൻ്റെ വർക്ക് ആരംഭിക്കാൻ പോവാണ്. പണിയിലേക്ക് കടക്കുമ്പോൾ അവനവൻ്റെ അച്ഛൻ പറഞ്ഞ വാക്കുകളൊക്കെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതായത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് ഇനി ഈ ലോകത്തെ കാണണം. അതായത് എന്ത് തരം ബ്ലേഡ് ആയിരിക്കണം ഫോർജ് ചെയ്യുന്നതെന്നുള്ള കറക്റ്റ് ചോയ്സ് ആയിരിക്കണം. ഇപ്പോൾ ചിഹിരോയുടെ മനസ്സിലേക്ക് പണ്ട് സോജോ പറഞ്ഞ വാക്കുകൾ വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആളുകളുടെ ജീവൻ എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അതേപോലെ തന്നെ ഹ്യൂക്കി പറഞ്ഞ കാര്യങ്ങൾ, അതായത് ഒരാളുടെ മാത്രം ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് ഉപയോഗിക്കേണ്ട ഒരു വെപ്പൺ അല്ല എൻചാൻറ്റഡ് ബ്ലേഡ്സ്, അത് അപകടം ഉണ്ടാക്കും. ക്യോര പറഞ്ഞ കാര്യങ്ങളും സോഗ പറഞ്ഞ കാര്യങ്ങളും അതേപോലെ തന്നെ നിന്റെ അച്ഛനാണിപ്പോൾ ഈ ലോകം ഇന്നത്തെ ഈ ഗതിയിലാക്കിയതെന്ന് യൂറ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ചിഹിരോയുടെ മനസ്സിലേക്ക് വരുന്നു. അവൻ എന്നിട്ടിപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്ത് തരം ബ്ലേഡ് ആയിരിക്കണം ഞാൻ ഉണ്ടാക്കേണ്ടത്. ഇപ്പോൾ ഇതിനായിട്ട് ചിഹിരോ കുറേ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്പേസ് ഒക്കെ നമ്മളെ കാണിക്കുന്നുണ്ട്. അതായത് പുതിയൊരു എൻഡൻ ക്രിയേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ പുതിയൊരു ക്ലൗഡ് ഗൗജർ ക്രിയേറ്റ് ചെയ്യണോ എന്നൊക്കെ ഇങ്ങനെ പല സ്കെച്ചസ് ചിഹിരോ വരച്ചു വെച്ചേക്കുന്നതും ആ എൻഡൻ്റെ ആ പീസ് ആ ടേബിളിൻ്റെ മുകളിൽ കിടക്കുന്നതും ഒക്കെ നമുക്ക് കാണാം. ചിഹിരോ ഇതേ സമയം അവൻ്റെ അച്ഛനോട് അവൻ പണ്ട് പറഞ്ഞ കാര്യങ്ങളും ചിന്തിക്കുന്നുണ്ട്. അതായത് ഒരു സോർഡ് സ്മിത്ത് ആവണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അച്ഛൻ്റെ പാത പിന്തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇത് തമാശയല്ല. സോ ഇപ്പോൾ അങ്ങനെ പ്രസൻറ്റിൽ അവിടുത്തെ ആ ചുറ്റിക കയ്യിലെടുത്തുകൊണ്ട് ചിഹിരോ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ടും അച്ഛനെ കടത്തി വെട്ടിയിരിക്കും. എന്നിട്ടിപ്പോൾ ഒരു സ്ട്രോങ്ങർ എൻചാൻറ്റഡ് ബ്ലേഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആ ഉരുകിയ ലോഹ കഷ്ണത്തിലേക്ക് ചിഹിരോ ആ ചുറ്റിക ആഞ്ഞടിക്കുന്നിടത്ത് നമ്മുടെ കാഗുറ ബച്ചിയുടെ പാർട്ട് 1 അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. സോ ഗൈസ്, അപ്പോൾ അതാണ് നമ്മുടെ സീസൺ 2 ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ഒരൊറ്റ ചാപ്റ്റർ മാത്രമായിട്ട് ഈ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ നെക്സ്റ്റ് അപ്ഡേറ്റ്സിൻ്റെ എക്സ്പ്ലനേഷനുമായിട്ട് ഉടനെ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.